പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമറായ പോൾ ഹേമൻ, ദ വിഷൻ എന്ന് പറയുന്ന ടീമിൻ്റെ മാനേജറായ പോൾ ഹേമൻ ESPN എന്ന് പറയുന്ന ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഈ ഞായറാഴ്ച നവംബർ 30 നടക്കാൻ പോകുന്ന സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ അദ്ദേഹം പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു. സർവൈവർ സീരീസ് വാർ ഗെയിംസ് അല്ലെങ്കിൽ വാർ ഗെയിംസ് മത്സരങ്ങളിൽ ഏറ്റവും മികച്ചതായിരിക്കും ഈ വർഷത്തേത് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്നത് എന്നുള്ളത് പോൾ ഹേമൻ പറയുന്നുണ്ട്. കൂടാതെ റസൽമേനിയ 42 എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ടീസർ നമുക്ക് സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതും പോൾ ഹേമൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൽമേനിയ 42 ആരൊക്കെ തമ്മിലുള്ള മത്സരമാണ് മെയിൻ ഇവൻറ്റിലേക്ക് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വലിയൊരു ടീസറാണ് അവിടെ ഒരു സൂചന നൽകുന്നത് എന്നാണ് പോൾ ഹേമൻ പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെ റെസ്ലേഴ്സ് ആണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ 41,000-ലധികം കാണികൾ വരുന്ന ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്ന വാർ ഗെയിംസ് മത്സരം ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയല്ല, വലിയ പ്രാധാന്യമുണ്ടെന്നാണ് പോൾ ഹേമൻ പറയുന്നത്. പിന്നീട് പോൾ ഹേമൻ പറയുന്നത് WWE ചരിത്രത്തിലെ ഗ്രേറ്റസ്റ്റ് ടാഗ് ടീം എന്ന് പറയുന്നത് ദ ഊസോസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഊസോസിനെ ദ വിഷൻ ടീമിൻ്റെ കൂടെ നിർത്താൻ പോൾ ഹേമൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒരു സംശയം പോലെയുണ്ട്. അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. മറ്റൊന്ന് സൂപ്പർ താരമായ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലറായ ജോൺ സിനയെ സംബന്ധിച്ചാണ്. ജോൺ സിനയുടെ സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവൻറ്റുകളിലെ ഏറ്റവും കിടിലൻ പെർഫോമൻസ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഞായറാഴ്ചയായിരിക്കും എന്നുള്ളതും പോൾ ഹേമൻ പറയുന്നുണ്ട്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ജോൺ സിന ഡൊമിനിക് മെയ്സ്റ്റിരിയോ എന്ന റെസ്ലറിനെതിരെ ഈ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോൺസിനെ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോൾ ഹേമൻ ഒന്നും പറയുന്നില്ല. പക്ഷേ സിനയുടെ കരിയറിലെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് വാർ ഗെയിംസിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ളതും പോൾ ഹേമൻ പറയുകയുണ്ടായി. അപ്പോൾ വാർ ഗെയിംസ് ഇത്തവണ കൊഴുക്കുമെന്നുള്ളത് തന്നെയാണ് പോൾ ഹേമൻ പറയുന്നത്. പോൾ ഹേമൻ അങ്ങനെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചാനലുകളിൽ അഭിമുഖങ്ങളിൽ അങ്ങനെ വരാറില്ല. പക്ഷേ ഇത്തവണ ESPN കൊടുത്ത അഭിമുഖത്തിൽ പോൾ ഹേമൻ വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയത് എന്തോ സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പോൾ ഹേമൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ രസകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരമായിട്ട് വുമൻസ് വാർ ഗെയിംസ് മത്സരം നടക്കണം എന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല പങ്കുവെക്കുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM Punk ആണ്. ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ CM Punkും കൂടി ഭാഗമായിട്ടുള്ള മെൻസ് വാർ ഗെയിംസ് ആണ് ഇപ്രാവശ്യം നടക്കുന്നത്. പക്ഷേ തൻ്റെ മത്സരത്തെക്കാൾ ഇത്തവണ മെയിൻ ഇവൻറ്റ് അർഹിക്കുന്നത് അത് വുമൻസ് വാർ ഗെയിംസ് ആണെന്നാണ് CM Punk പറയുന്നത്. CM Punk എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം റിയ റിപ്ലിയെ പോലെ CM Punk ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ആ വുമൻസ് വാർ ഗെയിംസിൽ മത്സരിക്കുന്നുണ്ട്. AJ Lee എന്ന് പറയുന്ന CM Punkൻ്റെ ഭാര്യ ആ വുമൻസ് വാർ ഗെയിംസിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ CM Punk അതുകൊണ്ടൊക്കെ ആയിരിക്കാം മിക്കവാറും വുമൻസ് വാർ ഗെയിംസിനെ ഇത്ര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ മെൻസ് വാർ ഗെയിംസ് മത്സരമാണോ വുമൻസ് വാർ ഗെയിംസ് മത്സരമാണോ മെയിൻ ഇവൻറ്റ് അർഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. മൂന്നാമത്തേത് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ബെറ്റ് ഫെയർ എന്ന വെബ്സൈറ്റിൻ്റെ ഒരു ബെറ്റിംഗ് റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ റെസ്ലേഴ്സ് ആണ് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് നോക്കാം. ഡൊമിനിക് മെയ്സ്റ്റിരിയോ ജോൺസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകുമെന്നാണ് ഈ ഒരു വെബ്സൈറ്റ് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റെഫനി വെക്കേർ ഹോൾ ഓഫ് ഫെയിമറായ നിക്കി ബെല്ലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നും ഈ ഒരു സൈറ്റ് പറയുന്നുണ്ട്. കൂടാതെ വുമൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ ടീം റിയ റിപ്ലി അത് ടീം ആസ്കയെ പരാജയപ്പെടുത്തുമെന്നും മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ ടീം ബ്രോക്ക് ലെസ്നർ ടീം CM Punkനെ പരാജയപ്പെടുത്തും എന്നുള്ള ഒരു ബെറ്റിംഗ് റിസൾട്ടാണ് ബെറ്റ് ഫെയർ എന്ന് പറയുന്ന സൈറ്റ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. അവരുടെ നിഗമനങ്ങളെല്ലാം മുൻപ് ശരിയായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ഒരു റിസൾട്ടിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞായറാഴ്ച കണ്ടു തന്നെ അറിയാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഐഷോ സ്പീഡിൻ്റെ ചാനലിൽ വന്ന പുതിയ വീഡിയോ ആണ്. സ്പീഡ് ഗോസ് പ്രോ എന്നുള്ള ഒരു എപ്പിസോഡ് 5ാമത്തേതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം WWE പെർഫോമൻസ് സെൻറ്ററിലേക്ക് വരുന്നതും അവിടെ ട്രെയിനിങ് ചെയ്ത് NXTയിലെ ഒരു മത്സരത്തിൽ സ്പീഡ് മത്സരിക്കാൻ ഇറങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൽ സ്പീഡ് പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിലും WWE അണിയറയിൽ എങ്ങനെയാണ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഇത്രയും
ഫിസിക്കലായിട്ട് ഏറ്റുമുട്ടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി ഐഷോ സ്പീഡ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഒരു റെസ്ലിംഗ് ആരാധകനെ സംബന്ധിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഐഷോ സ്പീഡ് ആ ചാനലിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഒരു മത്സരത്തിൻ്റെ കൊറിയോഗ്രാഫ് അവർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനു മുൻപുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, എത്തരത്തിലുള്ള ഒരു റിസ്ക്കാണ് അവർ എടുക്കുന്നത്, അതിൽ എത്രത്തോളം റിസ്ക് ഓരോ റെസ്ലേഴ്സും എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. കൂടാതെ റാൻഡി ഓർട്ടൺ എന്ന് പറയുന്ന ലെജൻഡ് താരമാണ് ഐഷോ സ്പീഡിന് വേണ്ട നിർദ്ദേശങ്ങൾ ഈ ഒരു വീഡിയോയുടെ മധ്യഭാഗം തൊട്ട് പിന്നീട് അങ്ങോട്ട് കൊടുക്കുന്നത്. റാൻഡി ഓർട്ടൺ കുറച്ചധികം മൂവ്സ് ഐഷോ സ്പീഡിനെതിരെ ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മത്സരമൊക്കെ കഴിഞ്ഞ് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഐഷോ സ്പീഡിന് WWE സൂപ്പർ സ്റ്റാർ ആകാനുള്ള എല്ലാ കാലിബറും ഉണ്ടെന്നുള്ളതും റാൻഡി ഓർട്ടൺ പറയുന്നുണ്ട്. ഐഷോ സ്പീഡ് ഇതിന് മുൻപ് 2 തവണ WWEയിൽ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടും കെമിയോ അപ്പിയറൻസുകളായിരുന്നു. ഒരു തവണ സാക്ഷാൽ റാൻഡി ഓർട്ടന്റെ കയ്യിൽ നിന്ന് ഒരു RKO കിട്ടി, അത് വലിയ തരംഗമായിരുന്നു. പിന്നീട് വന്നത് ഈ വർഷത്തെ റോയൽ റംബിളിലാണ്. അത് ബ്രോൺ ബ്രേക്കറിന്റെ കയ്യിൽ നിന്ന് ഒരു മാരക സ്പിയർ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതിനുശേഷം നടന്ന സീക്വൻസിൽ ഐഷോ സ്പീഡിന്റെ കാലിന് പരിക്ക് പറ്റുന്ന ഒരു മൊമെന്റും നമുക്ക് കാണാൻ സാധിച്ചു. യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വലിയ തരംഗം സൃഷ്ടിച്ച വീഡിയോസ് ആയിരുന്നു ഐഷോ സ്പീഡിന്റെ ഈ 2 അപ്പിയറൻസുകളും. ഇനി ഐഷോ സ്പീഡ് പൂർണ്ണ WWE സൂപ്പർ സ്റ്റാറായി ലോഗൻ പോളിന്റെ പോലെ മാറുകയാണെങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക് താരത്തെ കൊണ്ടുപോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഓൾറെഡി അദ്ദേഹത്തിന് വലിയ അത്ലറ്റിസം, വലിയ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു WWE സൂപ്പർ സ്റ്റാറിന് വേണ്ട കരിസ്മയും കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് റാൻഡി ഓർട്ടൺ തുറന്നു പറഞ്ഞത് ആ ഒരു ഡോറ് ഐഷോ സ്പീഡിൻ്റെ മുന്നിൽ ഓപ്പണായി ഇട്ടിരിക്കുകയാണ്. ഐഷോ സ്പീഡ് ഒരു WWE സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ അദ്ദേഹത്തിൻ്റെ പതിവ് പോലെ കൂടുതൽ തരംഗം സൃഷ്ടിക്കാനുള്ള ഒരു വീഡിയോ ആയി അത് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.